വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും. ക്യാപ്ഷനിൽ കണ്ടോ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഒരിക്കലും ഈ വീഡിയോ മിസ്സാക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലാണ്. തുർക്കിയിലെ കപ്പഡോക്കിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ നടുവിലാണ് ഇന്ന് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതും ഓപ്പൺ എയർ മ്യൂസിയത്തിൽ കാഴ്ചയാണ്. എന്ന് വെച്ചാൽ 1200 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിന് ശേഷം, ക്രിസ്തുവിൻ്റെ 700 വർഷത്തിന് ശേഷമൊക്കെ ഇവിടെ വന്നിരുന്ന ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ്. അതും അന്റോലിയ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രധാന ഏരിയയാണിത്. ഇവിടുത്തെ ആൾക്കാർ അന്ന് താമസിച്ചിരുന്നത് പിന്നെ ഈ മലയും അതൊക്കെ തുറന്ന് അതിനകത്തായിരുന്നു. ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് ഇവിടെ. അതും 1200 വർഷം പഴക്കമുള്ള ഒറിജിനൽ ഫോട്ടോസ്, യേശുവിൻ്റെയും അതുപോലെ സെൻറ്റ് ജോർജിൻ്റെ ഒക്കെ ഒറിജിനൽ ഫോട്ടോസ്, ചുമർചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഓക്കെ, എൻട്രൻസ് കടന്നിട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ ചാർജ് 75 ലേറെയാണ്. നാട്ടിലത് 750 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ കയറുമ്പോൾ നമുക്കിവിടെ ഗൊരേമി ഒറന്യാറി ഓപ്പൺ എയർ മ്യൂസിയം എന്നതിൻ്റെ തുർക്കിഷ് ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അവർ കൊടുത്തൊരു കാര്യമുണ്ട്. 1985 ഇത് വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ യുനെസ്കോയിൽ അവർ ഏറ്റെടുത്തെന്നുള്ളത്. അതിൽ വേറെ കാര്യം, തുർക്കിയിൽ ഒരുപാട് യുനെസ്കോ പൈതൃക പട്ടികകളുണ്ട്. ഞാൻ പോയ കൺട്രിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയുടെ സ്ഥലങ്ങളും തുർക്കിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് യുനെസ്കോൻ്റെ പൈതൃക പട്ടിക എടുക്കുന്ന ആദ്യത്തെ 2ൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗൊരേമി ഓപ്പൺ എയർ മ്യൂസിയം എന്ന് പറയുന്നത്. പിന്നെ പണ്ടുകാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ക്രിസ്ത്യൻസ് വംശജരായിരുന്നു പണ്ടുകാലത്ത് ഇവിടെ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചുകളും പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങുകൾ, ചുമരുകൾ അതൊക്കെ അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്കേതായാലും അകത്തേക്ക് പോകാം. ഇവിടെ ഇതാണ് എൻട്രൻസ്. സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ ഈ സാധനം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലേസിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം നമ്മളൊരു ഗൈഡിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് അവർ ഗൈഡ്. കുഡ് യു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്, യുവർ നെയിം? My name is Cem. Okay. I'm an official tour guide. I make guiding over than 30 years. 30 years you're Yes. working here? No, not only here. Now Okay. we have COVID. For this reason, I live in here, so I come in here for work. Normally, I have groups, big groups. Big groups from all around the world. Yes, all over the world. It's good because you know the job, so after having COVID issues also you are finding a job. Yes. It's good. Yeah. Yes, So he's going to explain everything. Sorry. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാണാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അവരെ ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഏരിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം BC 700 കാലഘട്ടത്തിലാണ് ഇവിടെ ആൾക്കാർ ശരിക്കും ഇവിടെ ഈ റൊമേനിയൻ കാലഘട്ടത്തിലുള്ള ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയത് മെയിനായിട്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ നിന്നും മറ്റും അവർ സ്പൈസസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, യൂറോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതായിരുന്നു അവരുടെ കീ എന്ന് പറയുന്നത്. സിൽക്ക് പാതയുടെ ഒരു കീ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നത്. അപ്പം ഇവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധാരണ. അങ്ങനെ യുദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ ഈ മലമുകളിലൊക്കെ തുറന്നിട്ട് താമസിക്കാൻ തുടങ്ങി. അതുപോലെ കോട്ട മുകളിലൊക്കെ, മലയുടെ മുകളിൽ കോട്ട ഉണ്ടാക്കാനും പിന്നെ മണ്ണിൻ്റെ അടിയിൽ തുറന്ന് അണ്ടർഗ്രൗണ്ട് സിറ്റി, ഇവിടെ അണ്ടർഗ്രൗണ്ട് സിറ്റിയൊക്കെ ഉണ്ട്. എല്ലാം മണ്ണിൻ്റെ അടിയിലാണ് അന്നത്തെ ആൾക്കാർ വീട് വെച്ചിരുന്നത്. നാച്ചുറലായിട്ടുള്ള മണ്ണൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലാണ് വീട് വെച്ചിരുന്നത്. പിന്നീട് യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം, കേൾക്കണം, യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം ജെറുസലേമിൽ ജൂതന്മാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊല്ലാനും അല്ല ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങിയപ്പം എന്തായി, അവിടുത്തെ ക്രിസ്ത്യാനികൾ ജെറുസലേമിൽ നിന്ന് അവിടുന്ന് പലായനം ചെയ്തിട്ട് അവർ നേരെ കപ്പഡോക്കിയയിൽ വന്നിട്ട് സെറ്റിലായി. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളായിരുന്നു താമസം. അതും ആഫ്റ്റർ ക്രിസ്തു 300 വർഷം അവരിവിടെ ഈ മലയുടെ ഉള്ളിലൊക്കെ പേടിച്ചിട്ടും ഒക്കെ താമസിച്ചു, യുദ്ധങ്ങളൊക്കെ പേടിച്ചിട്ട്. കാരണം അറിയാലോ, ജൂതന്മാർ ഇവിടെ വരും, അവർ ഉപദ്രവിക്കുമെന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മലകളിൽ അവർ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേങ്കിൽ പിന്നീട് ഭരണം മാറി ഒരു രാജാവ്, അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. കാരണം മതങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് ആ ഒരു കിങ്ഡത്തിലെ പ്രധാന മതം എന്നത് ക്രിസ്തുമതമാക്കിയപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ മനസ്സിൽ സേഫ് ആണെന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ പിന്നീട് ക്രിസ്ത്യാനികളെ കൂടാൻ തുടങ്ങിയത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എൻ്റെ പുറകിലിരിക്കുന്നുണ്ട് ഈ ബിൽഡിംഗ്. ഇത് പണ്ടത്തെ ബോയ്സിൻ്റെ ഡോർമെറ്ററി ഒക്കെ ആയിരുന്നു. കാരണം ഇവിടെ ക്രിസ്ത്യാനികളുടെ മതപഠന കേന്ദ്രമായിരുന്നു. നമ്മുടെ തുർക്കിയിലുള്ളത് 99% മുസ്ലിംസ് പോപ്പുലേഷനുള്ള തുർക്കിയിലാണ് നമ്മളുള്ളത്. ആ തുർക്കിയിലുള്ള കപ്പഡോക്കിയ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം ഇതായിരുന്നു അന്നത്തെ ക്രിസ്ത്യാനികളുടെ പ്രധാന കേന്ദ്രം. ഇതായിരുന്നു അവരുടെ ക്രിസ്ത്യൻസിൻ്റെ പണ്ടുകാലത്തെ പ്രധാന മത പഠന കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് 1930 വേൾഡ് വാർ 2 കഴിഞ്ഞതിന് ശേഷം റൊമേനിയയും ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ എക്സ്ചേഞ്ച് ആയി. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ റോമിലേക്കും പോയി, അതുപോലെ റോമിലുള്ള തുർക്കിഷുകാരൊക്കെ, സെൽജൂക്കുകാരൊക്കെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കും വന്നു. പക്ഷേ അതിനുശേഷം പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാരും താമസം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ ആൾക്കാരും താമസം ഉണ്ടായിരുന്നില്ല.
എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്ത്യൻ റിലീജിയൻ ബിലീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് കപ്പഡോക്യ. ഓക്കെ, കാണാം നമുക്ക് കാഴ്ചകൾ. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു പള്ളിയാണ്. ആ സമയത്തുള്ള ഒരു 1100 ക്രിസ്തുവിന് ശേഷം 1100 കാലഘട്ടത്തിലെ പള്ളിയാണ് കാണാൻ പോകുന്നത്. പിന്നെ ഇതിനകത്തും ശരിക്കും ഇവിടെ ക്യാമറാസൊന്നും ഇവിടെ അലൗഡ് ഇല്ല. ഒരുപാട് ഒറിജിനൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ പള്ളിയുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ കണ്ടോ, ഇത് ചെറിയൊരു കുന്നാണ്. ഇത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയാണെന്നൊരു കുട്ടിക്ക് പറയാൻ പറ്റില്ല, കാരണം മണ്ണാണ്. അതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ആൾക്കാരൊക്കെ ഹായ് പറഞ്ഞ് പോകുന്നുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ കയറി, അതിനുള്ളിൽ എന്താ ഉണ്ടെന്ന് വെച്ചാൽ ശരിക്കും അതിനുള്ളിൽ ക്യാമറ അലൗഡ് ഇല്ല. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാതിരുന്നത്. അവർ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞു. അതിനുള്ളിൽ ഒരു 5ഓളം ശവകുടീരങ്ങളുണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസികൾ ആ സമയത്തുള്ളതാണ്. പിന്നെ ഇതൊരു ചർച്ചാണ്. അപ്പോൾ ചർച്ചുമായി ബന്ധപ്പെട്ടിട്ടില്ല, പള്ളിയുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരുടെ ശവകുടീരങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ 1100 ആ ഒരു സമയത്ത് ഏകദേശം ഒരു 900 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ യേശുവിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ, അതുപോലെ മേരിയുടെ ഒക്കെ, യേശു ക്രിസ്തുവിൻ്റെ മദറില്ലേ, മേരിയുടെ ഒക്കെ ഫോട്ടോസൊക്കെ അതിൽ ചുമർ ചിത്രങ്ങളായിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഇതാണ് ഞാൻ അതിനുള്ളിൽ കണ്ടോ കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസ് ഇതാണ്. പിന്നെ ഈ ഫോട്ടോ കണ്ടോ, ഇവിടെയാണുള്ളത്. ഇത് ബസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് എൻവ്ലോഗോണ്ട ഇൻ ദ മെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത സൈഡ് ഇത് കണ്ടോ, ഒരു കുതിരപ്പുറത്ത് വെക്കുന്ന തലയിലെങ്കിൽ പ്രകാശമൊക്കെ ആയിട്ട് ഇവിടെ ഒരു സെൻറ്റ് ജോർജ് നമ്മുടെ നാട്ടിലത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കറിയാം സെൻറ്റ് ജോർജിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഞാൻ ബുക്കിൽ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ ഇതിൻ്റെ മുകൾ വശമാണ് നമ്മളിപ്പം കണ്ട, ഞാൻ ഇപ്പോൾ അകത്ത് കയറി പള്ളിയുടെ മുകൾ വശമാണ്. അവിടെ യേശുവിൻ്റെയും ഒരു സെൻറ്റ് ജോർജിൻ്റെയും ഒരുപാട് ആൾക്കാരുടെയും പിന്നെ എന്താ പറയുക ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഹിസ്റ്ററിയൊക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മോസ്റ്റ്ലി പല പള്ളികൾക്കകത്തും ക്യാമറാസ് ഇല്ല. ഇപ്പം അടുത്ത പ്രാവശ്യത്തെ അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കും. ഒരു തെറ്റുണ്ട്, നമ്മൾ നേരത്തെ കണ്ട സെൻറ്റ് ജോർജിൻ്റെത് ആഫ്റ്റർ ക്രിസ്തു 700-800 കാലഘട്ടത്തിലാണ്, 1100. നമ്മളിപ്പം കാണാൻ പോകുന്നത് 1100 കാലഘട്ടത്തിലാണ്, 900 വർഷങ്ങൾക്ക് മുമ്പ്. യെസ്, യു കൻ എക്സ്പ്ലെയിൻ. This 4 columns is for evangelists, okay, 4 Bible writers. If you look at the corner, you will see these 4 Bible writers: Matthew, Marcus, Luca, and Johannes. Okay. And at the top dome, you will see the Jesus. Okay. Here you can see the cross, and then you will see 8 Jewish prophets in this part. And then we will see all the life history of the Jesus. It's starting with the baptism of the Jesus. All inside this temple. Yes. Here we can see the baptism of the Jesus with 2 angels and 1 prophet. On the river they make a baptism. പിന്നെ മാമോദിസ മുക്കുന്നതാണത്. ബാപ്റ്റിസ്റ്റിൻ്റെ മാമോദിസ ക്രിസ്ത്യാനികൾക്കറിയാം, അല്ലാത്തവർക്കാണ്. പിന്നെ അദ്ദേഹം ഇപ്പുറം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫോട്ടോയിൽ ഈ 4 എന്ന് പറഞ്ഞത് യോഹന്നാൻ അല്ല, ഓക്കെ. ഞാൻ പറയാതെ മതപരമായ കാര്യങ്ങളാണ്, പൊട്ടത്തെറ്റ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, അതുകൊണ്ടാണ്. ഓക്കെ, മാത്യൂസ്, മാർക്ക്, ലൂക്ക്, യോഹന്നാൻ. ഓക്കെ, ഫൈൻ. ഇവരുടെയൊക്കെ ഫോട്ടോസ് ഇതിനുള്ളിലുണ്ട്. നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഇതിനകത്തും ക്യാമറാസ് അലൗഡ് ഇല്ല. ഇതാണ് പള്ളി. പള്ളി എന്ന് വെച്ചാൽ കുഞ്ഞു പള്ളിയാണ്, പക്ഷെ ഒന്ന് കുഞ്ഞിട്ടൊക്കെ പോകണം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. We have more? Continue. There are few more. And then this is the other painting. This is one of the miracle. Lazarus, he dies, you know. And after 3 days, you know, the sisters go to the Jesus and they say Lazarus is dead. And Jesus comes and he see the Lazarus and say wake up, and he rise again. This is the rising of the Lazarus. Yes, rising of the Lazarus. 3 days. This is the transfiguration of Jesus. And this is entrance of Jerusalem. Okay. And at the last, we will see the crucifixion of the Jesus. This is the crucifixion of the Jesus. Fine. So this church, it has got 2 entrances. Okay. The main entrance in the other side. This is the sacred entrance. We will use 2 tunnels, and it will open in a nice view area, Pigeon Valley. Okay. Pigeon Valley. Yes. This is the Pigeon Valley back side. Okay. So ഇതാണ് ടണൽസ് ഉള്ളിലേക്ക് പോകുന്നത്. കുനിഞ്ഞിട്ട് പോകണം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ച സ്ഥലങ്ങളാണ്. ശരിക്കും നമ്മൾ പഴയ കഥയെല്ലാം വായിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ഇതാണ് പീജിയൻ വാലി. പ്രാവുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പീജിയൻ വാലി വെച്ചാൽ പ്രാവുകളുള്ള താഴ്വര. അതാണ് പീജിയൻ വാലിയുടെ മലയാളം. നമ്മൾ അതിനകത്ത് പുറത്തിറങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് പെയിൻറ്റിങ്സിൽ ഭയങ്കര അടിപൊളി പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ്. കാണും ഭയങ്കര അത്ഭുതം തോന്നുന്നു.
ഒരു 900 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യർ ഇവിടെ വരച്ചിട്ട പെയിന്റിങ്ങുകൾ അത് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറാസ് എന്തുകൊണ്ട് അലോണില്ല ചോദിച്ചാൽ അവരോട് ഫ്ലാഷ് അടിച്ച് ചിലപ്പോൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഫ്ലാഷ് യൂസ് ചെയ്യുന്നില്ല, അപ്പം ഫ്ലാഷ് യൂസ് ചെയ്യാണ്ട് എടുത്തോട്ട് ചോദിച്ചു. അപ്പം മൂപ്പർ പറഞ്ഞു ഒന്നും വേണ്ടിയിട്ടില്ല. ഇറ്റ് മീൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അടുത്ത ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇത് പീജിയം വാലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ഈ ഒരു ബിൽഡിങ്സ് ഉണ്ടോ, ഈ ഒരു ബിൽഡിങ്സിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കണ്ടു ബിൽഡിങ്സ് ശരിക്കും ഈ കപ്പഡോക്യ എന്ന് പറയുന്നത് 1 കോടി വർഷങ്ങൾക്ക് മുമ്പ് 10 മില്യൺ ആണ്. 1 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഒലിച്ച് വന്ന ലാവകളായിരുന്നു. ഈ ലാവ 2 തരത്തിലുണ്ട്. ചിലതിൽ ഈ ആഷ് കാണുന്നത് ലാവയും അതുപോലെ സ്റ്റോണ് കാണുന്നത് അതിൻ്റെ കുറച്ച് ഉറപ്പുള്ളൊരു സംഭവമാണ്. ഹാഷ് മീൻസ് പൊടി, ലാവേൻ്റെ പൊടിയാണ് മുകളിലുള്ളത്. താഴെ കറുപ്പ് എന്ന് പറയുന്നത് പിന്നെ ലാവേൻ്റെ ഒലിച്ച് വരുന്നില്ലേ, അത് നല്ല സ്ട്രോങ്, പാറ പോലെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്തും ഈ മഴ വന്ന് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് ഒലിച്ചു പോയപ്പോഴും ആ പാറക്കഷ്ടം മുകളിൽ അങ്ങനെ കടന്നിട്ട് താഴയിൽ ആ ഒരു ലെവൽ ഷേപ്പ് വരുന്നുണ്ട്. ഇവിടെ കൊണ്ട് ഒലിച്ചിറങ്ങുന്നുണ്ടോ. അപ്പോൾ കപ്പഡോഷ്യ മുഴുവൻ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഹാഷിൻ്റെ ലാവിൻ്റെ ഉള്ളിൽ തുറന്നിട്ടാണ് പിന്നീട് ആൾക്കാർ വീടുകളും അതുപോലെ ഇതുപോലുള്ള പല സ്ഥലങ്ങളും നിർമ്മിച്ചത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പള്ളിയാണ്. ഇത് സെയിൻറ്റ് ബാർബറ ചർച്ച് എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര്. 3ാമത്തെ പള്ളിയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ആ പള്ളിയുടെ ഹിസ്റ്ററിയാണ് മൂപ്പർ പറയാൻ പോകുന്നത്. Red color and geometrical design we can be able to. This is the oldest style of painting. When they built the churches in 400, they painted all the churches with the red color and geometrical design. So we can see inside of this church this painting. Go ahead. Inside. Yes. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ കളർ പെയിൻറ്റിങ്ങൾ സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള സാധാ കളർ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ല, അതാണ് അതിൻ്റെ ഉൾവശം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 15 സെക്കൻഡ് ക്ലിപ്പ് ജസ്റ്റ് എടുത്തതാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതിനുള്ള കളർ പെയിൻറ്റിംഗ് ഒന്നുമല്ല, ചുവന്ന പെയിൻറ്റിൽ മാത്രമേ ഉള്ളൂ. എന്നാലും എന്താ പറയുക, കുഴപ്പമില്ല കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ചർച്ചാണ്. ഇത് നമ്മൾ 4ാമത്തെയാണ്. 1, 2, 3 4ാമത്തെ ചർച്ച കാണാൻ പോകുന്നത്. യെസ്, വാട്ട് ഈസ് ദിസ് ഇൻസൈഡ്? So inside we will see the painting, but in this time from 800, not 1200, it's coming from the 800. യേശുവിന് ശേഷം 800 കാലഘട്ടത്തിലാണ്, 1200 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, we will see Saint George and Saint Theodore together. They are killing the dragon, snake. This snake symbolism of devil. Okay, yeah, devil. And next to them we will see the great king of the Byzantine Empire, Constantine, and his mother Elena. They are having a cross. Because of these two, they give the freedom for the Christian people. So these are original faces. Original faces. Yes, original. Okay. So we can see the original face of the Christ also from here. Yes, but you know, no one's know the original face. Just from the imagine they make it. Okay. നമ്മൾ കാണാൻ പോകുന്നത് സ്നേക്ക്. And on the other side, we will see 3 saints: Saint Thomas, Saint Basil, and Saint Onofre. So it's all inside this. Inside of the church. ഈ ഇതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ കയറി നോക്കാം. നമ്മൾ അതിനകത്ത് കയറി അവരൊരു കാരണവശാലും ക്യാമറ ഓണൊക്കെ വിടുന്നില്ല. പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ, മഞ്ഞൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്നത്. പിന്നെ ഇതൊക്കെ വീടുകളും പള്ളികൾ മീൻസ് ക്രിസ്ത്യൻ പള്ളികളാണ്, ക്രിസ്ത്യൻ ചർച്ചുകളും വീടുകളൊക്കെയാണ് ഇവിടെ മുഴുവനുള്ളത്. ഇതാണ് ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ വാലി കേട്ടോ. ഇങ്ങോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റും. സോ വെർ വി ഗോയിങ് നെക്സ്റ്റ് ഹിയർ? വാട്ട് ഈസ് ഹിയർ? എംപ്റ്റി? ഫൈൻ. അദ്ദേഹം പറഞ്ഞ അവിടെ ഒന്നുമില്ലെന്ന്. You can see the student living area. Okay. Girls monastery and the boys monastery. This is boys? The left hand side boys, right hand side girls. ഓക്കെ, പണ്ട് കാലത്ത് പഠനത്തിൽ വന്ന കുട്ടികൾ പഠിച്ചിരുന്നത് ആൺകുട്ടികളുടെ ആയിരുന്നത്, അതുപോലെ പെൺകുട്ടികൾ അവിടെ കേട്ടോ, സിസ്റ്റേഴ്സ് അതുപോലെ അച്ഛന്മാർ, അങ്ങനെ പറയാം. This area student living area. Okay. Now we are going to see the teachers living area. Okay. This area teachers living area. We will see the dining room, kitchen, and the storage. Okay, fine. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അച്ഛന്മാരുടെ ഒക്കെ താമസിച്ചിരുന്ന അവരുടെ ഏരിയ കേട്ടോ, അവർ താമസിച്ചിരുന്നത്. നമ്മളിപ്പോഴത്തെ ഗേൾ ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നില്ല, അതുപോലെ എൻ്റെ ബോയ്സ് ഹോസ്റ്റൽ, അത് ഗേൾസ് ഹോസ്റ്റൽ.
പിന്നെ ഈ കാണുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ഹോസ്റ്റൽ. അതാണ് സംഭവം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന പക്ഷേ പറഞ്ഞത്. ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്സാണ്. ഈ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഇതാണ്. ടീച്ചേഴ്സിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവരിങ്ങനെ സ്പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓക്കെ ഇതുപോലെ ആയിരുന്നല്ലോ ഷേപ്പ്, കുറച്ചും കൂടി ഷേപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷമില്ല, 1200 1300 വർഷമില്ലേ, അതുകൊണ്ടാണ് ഷേപ്പിങ്ങിനായത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സ്റ്റോറേജ് ഏരിയയാണ്. പിന്നെ ഇതിന് ചെറിയൊരു വാതിലൊക്കെ ഉണ്ട്, പക്ഷെ ആ വാതിൽ ഇപ്പോൾ ഇല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കിച്ചൺ. ഓക്കെ, സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. ഇവിടെ കാണാം സ്റ്റെപ്പ് കയറി പോവാൻ മുകളിലേക്ക്. കിച്ചണിൻ്റെ പേര് പോലെ തന്നെ കറുത്ത കളറാട്ടോ. ഇവിടുത്തെ എല്ലാവർക്കും ഇവിടെ ഫുഡ് ഉണ്ടാക്കിയ സ്ഥലമാണ് ഇത്. See, what is this thing? I can see this everywhere. Tandoori. Tandoori? Yes, like in India, you have same. This is the place where they make fire. They cook to the food, they cook to the bread. This is a fireplace. മനസ്സിലാവും. ഇതിനുള്ളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് മനസ്സിലായിരുന്നു. ഇപ്പം മനസ്സിലായി കേട്ടോ. തന്തൂരിൻ്റെ അടുപ്പ് പോലെ ഇവർ ഇതിനകത്ത് വിറക് കൂട്ടി അതിന് മുകളിൽ ഫയർ ഇട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദിസ് ഇസ് ഒറിജിനൽ ബ്ലാക്ക് കളർ. ദ ഹാഷസ്. വാവ്, അടിപൊളി കേട്ടോ. പിന്നെ ഡോറൊക്കെ ഉണ്ടോ. ഇവിടെ ചെറിയൊരു കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. You see also this is smoke. Yeah. The fire. They cook in here and then they take to the next room where they have dining table. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് ടേബിളുള്ള റൂമാണ്. ഇതാണ് ഡൈനിങ് റൂമിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ആൾക്കാർ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഏരിയ ആയിട്ട്. മനസ്സിലായി, അന്നത്തെ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഈ കല്ലുമല ഇരിക്കും. എന്നിട്ട് അവിടെ കാലിട്ടിട്ട് അവിടെയാണ് ഫുഡ് വെച്ചിരുന്നത്. അവിടെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് കൂടി എന്തൊക്കെയോ സാധനങ്ങൾ വരാനോ എന്താണെന്നറിയില്ല. ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് ഒരു സമയത്തൊരു 50 ആൾക്കാർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്, എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിരിക്കും. അവിടെ 2 വലിയ കുഴികളുണ്ട്. ഇതിൻ്റെ മുകൾ വശം കരി പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇവിടെ പാചകം ചെയ്യുന്നുണ്ടായിരിക്കാം. മറന്നു പോരുതേ, ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ അച്ഛന്മാരും അതുപോലെ എന്താ പറയുക അവർ പഠിപ്പിക്കുന്ന മാഷന്മാർ, ക്രിസ്ത്യൻ മാഷന്മാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. വാവ്, സൂപ്പറാണ്. ഇവിടെ നോക്കുമ്പോൾ പ്രത്യേക വ്യൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന മുകളിൽ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ പണ്ടത്തെ ടീച്ചർമാർ താമസിച്ച ബിൽഡിങ്ങിൻ്റെ മുകളിൽ റൂമും അതുപോലെ ചെറിയ ചർച്ചൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ, കാര്യങ്ങളൊക്കെ മാറിയില്ലേ. അപ്പോൾ സ്റ്റെപ്പ് ചോട്ടി ഉള്ളിലേക്ക് കയറാം. ഇവിടെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കല്ല് കൊത്തി നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ടോ. അതിന് മുകളിൽ റൂമുണ്ട്, നമുക്കത് കാണുമ്പോൾ. കുത്തിനുള്ള സ്റ്റെപ്പാണ്. ഇവിടെ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ആ പണ്ട് കാലത്ത് കുറച്ച് ചിത്രങ്ങളാണ്. ഇതുപോലെയാണ് എല്ലാ റൂമിലും ചിത്രങ്ങളുള്ളത്. ഓക്കെ, 1200 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു കളർ മാത്രം ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഇത് പെയിനൊന്നുമല്ല, ഇവർ മണ്ണും അതും ഇതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. പാവോ, ഇതൊരു പള്ളിയാണ്. ഞാൻ ഇത്ര സമയം ഓരോ പള്ളിയുടെ ഉൾവശത്ത് പോയിട്ടില്ലേ, അതിനുള്ളിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടത്. എനിക്കുണ്ടോ, ഞാനിപ്പം ഇവിടെ കയറി എല്ലാ പള്ളികളും ഇതേപോലെയാണ് ഉൾവശമുള്ളത്. ചില ഈ തൂണുകളൊക്കെ അലങ്കരിച്ച മുകളിലൊക്കെ ഉണ്ട്. ടോപ്പ് പോർഷൻ ഒരു റൗണ്ടൊക്കെ ഉണ്ടാവും. ചിലതിലൊക്കെ നല്ല പെയിൻറ്റിങ്സിനും ചിലതിലില്ല എന്നുള്ളൂ. നേരത്തെ പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡാണ്. റെഡ് പണ്ട് കാലത്ത് അവർ അതിന് ഒരു ചായക്കൂട്ട്, പല സ്ഥലങ്ങളിൽ ഈ റെഡ് കളറിലാണ് നമ്മൾ ചായക്കൂട്ടിൽ കണ്ടിട്ടുള്ളത്. പിന്നെ എല്ലാ പള്ളികളിലും ഇതേപോലെ ഒരു രൂപക്കൂട് വെക്കാനാണ് ഇതുപോലത്തെ സ്പേസ് ഉണ്ടാവും. അതിൻ്റെ മുകൾ വശമൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. പകുതി മാത്രം ക്ലോസ് ആയിട്ട് മുകളിൽ ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റും അതുപോലെ റൈറ്റും വേറെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചിത്രങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ക്ലിയർ അല്ല. മുകളിലുണ്ട്, ഇതാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പണ്ട് കാലത്തെ മനുഷ്യർ നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളായിട്ട് ഇതൊക്കെ. ഇവിടെ പിന്നെ കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്ക് വരാണെങ്കിൽ ഇപ്പം ഇതുവരുന്നില്ല. നമ്മുടെ ഗൈഡ് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് ആ ഗ്രൂപ്പിനെ എൻ്റർടൈൻ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം ആരും ഇല്ല, അതുകൊണ്ടാണ്
ഞങ്ങളുടെ കൂടെ വരുന്നത്. എനിക്ക് കാണുമ്പോൾ നല്ല സങ്കടം കേട്ടോ പാവം. ഞാൻ സത്യം പറഞ്ഞാൽ ബാർഗൈൻ ചെയ്തിട്ടില്ല. മുപ്പര് പറഞ്ഞ പൈസ തന്നെ ഞാൻ ഏറ്റു. FSSൽ ഞാൻ നല്ലോണം ബാർഗൈൻ ചെയ്തിരുന്നു. കാരണം അവൻ എന്നോട് വലിയ റേറ്റാണ് പറഞ്ഞത്. മുപ്പര് എന്നോട് 150 എറിയാണ് പറഞ്ഞത്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു പാവം തോന്നും. ഇവർക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ടല്ലേ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ജീവിക്കേണ്ടത്. ഇവർക്കൊരു ഫാമിലി ഉണ്ടാവും ഓഫ് കോഴ്സ് അല്ലേ, പാവം. ഞാൻ ഇവരുടെ നമ്പർ ഒന്നാലും വാങ്ങും കേട്ടോ. Okay, there's the one more church in here. Okay. This is dark church. Dark church. Yes. So we went Snake Church and now it's Dark Church. Yes. Okay. So here we can see the painting of the dark church. The church is, you see the window over there? There is only one window. Only one, yeah. Yes. Okay. Behind of the window is the church. Okay. This part is the complex, living area, bedroom. It's fallen down, right? Dining room Yeah. of the teachers. So here we can be able to see the mainly blue color painting. Okay. When the Jesus born here, you can see the burning of the Jesus in this part. Until the crucifixion of the Jesus, we will see. And here we will see the two big angels. And after we will see, you know, the more or less same painting, life story of the Jesus, like baptism of the Jesus, rising of Lazarus, and then entrance of the Jerusalem, this one, and then we will see the crucifixions, and the most important painting of this church is the Last Supper. This is the Last Supper. Yes. യേശുവിനെ ചതിക്കുന്നതിന്റെ രാത്രി അന്ന് കഴിച്ച അത്താഴം, അന്ത്യ അത്താഴം, അവസാനത്തെ. If you want to enter this church, you have to pay extra. This church is 25 lira extra. For this It's not, yes, it's not included with the ticket. Why? They are just charging a lot. Everywhere they are doing this thing. Just charging a ticket. And when we entered inside, even the FSCs also, when we entered inside, they need to go some places, they are asking extra money. There are 3 places. Topkapı Palace Harem extra. Ephesus is the terrace houses extra. Yeah, extra. And here is the dark church is extra. Yeah. Here they make extra because of they don't want to enter. Many people they enter inside. If you know the inside of the churches, the temperature is the fixed temperature, 14 degrees. Winter and summer it doesn't change. Here? Because of these are all cave rooms, volcanic ashes. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡാർക്ക് ചർച്ച് എക്സ്ട്രാ. ഇതാണ് എൻട്രൻസ്. ഓക്കെ. 25 ലേറ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 250 രൂപയാണ്. അപ്പം മൊത്തത്തിൽ നാട്ടിലത്തെ 1200 രൂപയാണ് മൊത്തം എല്ലാം കണ്ട് ഇതടക്കം കയറണമെന്നുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നോക്കട്ടെ. ഓക്കെ, ഞാൻ അതിൻ്റെ കയറ്റി കയറി കുറച്ച് വിഷ്വൽസ് എന്നെ കൂടെ പറ്റുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. സംഭവം അമേസിങ് ആട്ടോ. അമേസിങ് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര പഴയ ഫോട്ടോസ് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഒരു ഞാനിപ്പോൾ ഓക്കെ വന്ന് കണ്ടു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ സ്വർഗ്ഗമായിരിക്കും ഇത്. കാരണം അവർ അവരുടെ മത പുസ്തകത്തിലും അല്ല അവരെ കഥകളിലൊക്കെ വായിച്ച് പഠിച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ അവരൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ നേരിട്ട് കാണുമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെ അതിലൊരു കാര്യം കൂടി, അതിലുള്ള ഫോട്ടോസിൽ ഒന്നും മുഖം വ്യക്തമല്ല. മുഖമൊക്കെ അവർ ആരൊക്കെയോ കോറിയിട്ടിട്ടുണ്ട്. ഇപ്പം അല്ല, പണ്ട് കാലത്തെ കോറിയിട്ടുണ്ട്. അപ്പം പലതിൻ്റെയും കണ്ണുണ്ടാവില്ല. ഇപ്പോൾ യേശുവിൻ്റെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാം ഒരു സൈഡൊക്കെ പൊട്ടിച്ചിട്ടും കോറിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക, ആ സമയത്ത് ക്രിസ്ത്യൻസിനെ ഇവിടെ യുദ്ധം ചെയ്യുന്നവരല്ല അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരിക്കും. പിന്നീട് ഇത് കണ്ടെത്തപ്പം ഹിസ്റ്ററി ആരും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആരും പുറത്തറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവർ വന്ന് കോറിയിട്ടതായിരിക്കാം കേട്ടോ. പക്ഷെ എന്നാലും ആ ഫോട്ടോസ് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി വെച്ചാൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ റോമിലൊക്കെ എത്ര ഉണ്ടാവും, റോമിലൊക്കെ പോകണം, എല്ലാം കാണണം. നമ്മളങ്ങനെ നടന്നു കിടന്ന് അടുത്ത ലൊക്കേഷനിലെത്തി. നെക്സ്റ്റ് പ്ലേസ് ആണിത്. Yeah, what is this here? This is last church. Last church, okay. It's called Sandals Church. Sandals Church. Yes, like shoes. Sandals, yeah, yes, shoes. They have sandal shoes on their feet. For this reason, they did call Sandals Church. Okay. This is the richest color combination you can be able to see. Apple Church mainly red. Dark church mainly blue. Yeah. But in this church you can be able to see all the color, red, blue and the green color combination. Okay. Here when the Jesus born, this is the borning area after the Jesus with the Virgin Mary. This is 3 fortune tellers, 3 kings come from the east. They saw the star, so they know Jesus is going to born. So they bring the presents.
ഓക്കെ. And then we will യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്തുള്ള ഒരു ഫോട്ടോ ആണ് പ്രസവിച്ചപാടുള്ളത്. ഇതാണ് കന്യാമറിയം. അതുപോലെ യേശു ജനിച്ചത് അറിഞ്ഞിട്ട് പല രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇവിടെ ഫോട്ടോ ഉള്ളത് കേട്ടോ. And the rest is again transfiguration. This is the transfiguration of Jesus. And here, this is the entrance of the Jerusalem. And here you can be able to see the Yehuda is telling to the Roman soldiers. And then you will see at the last is the crucifixion of the Jesus. Okay. This is the crucifixion of the Jesus. You can see two round things at the top. Okay. White is symbolism of the moon, red is symbolism of sun. Okay. The crucifixion of the Jesus, it was during the day and during the night. If you look at carefully, they have got a face and they are angry because of the crucifixion of the Jesus. Okay. And you will see all this painting inside of the. ഇത് യേശുവിനെ കുരിശിലേറ്റുന്ന ദിവസമുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഇവിടെ ഈ യേശുവിൻ്റെ മുകളിലായിട്ട് വലത്തും ഇടത്തുമായിട്ട് രണ്ടെണ്ണം കാണാം. ഇത് ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനുമാണ്. ഈ ചന്ദ്രൻ്റെ മുഖം കണ്ടോ ദേഷ്യം പിടിച്ച പോലെ, സൂര്യൻ്റെ മുഖം കണ്ടോ ദേഷ്യം പിടിച്ച പോലെ. വെച്ചാൽ യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് ഇതിന് നടുവിലും ആ ഒരു സമയത്ത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രനും സൂര്യനും വളരെ ദേഷ്യത്തിലായിരുന്നു എന്നാണ്. കാരണം ആ ഒരു വിശ്വാസപ്രകാരം യേശു ആണല്ലോ അവരുടെ ദൈവപുത്രൻ. സോ ദിസ് ഇസ് എ ചർച്ച്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്താ പറയുക, അവസാനത്തെ ചർച്ചും കഴിഞ്ഞു. ഇതിൻ്റെ താഴത്തെ നില ഡൈനിങ് റൂം. ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ക്യാമറാസ് അതിലുള്ളൂ. ഒരു പക്ഷേ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാർ വരില്ലേ എന്ന പേടിയായിരിക്കും മിക്കവാറും. കാരണം ഞാൻ പോയ പല സ്ഥലങ്ങളിലും അവർ അതിനുള്ളിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് അവർ പറയും. കാരണം പലതരത്തിലുള്ള ഹിഡൻ വസ്തുക്കളും അവിടെ ഉണ്ടെന്ന് പറയും. പക്ഷേ അതിൻ്റെ ഫോട്ടോസ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ചിലപ്പോൾ റെയറായിട്ട് ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടോളൂ, അതാണ് ആ ഒരു കൺസെപ്റ്റ്. പിന്നെ തെറ്റൊന്നുമില്ല, ഇവിടെ വന്ന് കണ്ടാലും മുതലാവും. അമേസിങ് കേട്ടോ. വേറെ കാര്യമുണ്ട്, ഞാനിപ്പം ഈ ക്യാപ്ഷനിലും ഒക്കെ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസാ നബിയുടെ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈസാ നബിയുടെ ഹിസ്റ്ററി എന്ന് പറയാതെ ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു സ്ഥലം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ തന്നെ ഞാൻ പറയുമ്പം അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഈ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയിട്ട് കാണാം. ഞാൻ പറയുമ്പം ഒരു പൊതുവേ ആസ് എ ഒരു ട്രാവലറായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോ ദിസ് വാസ് ദ ലാസ്റ്റ് ചർച്ച്. സോ വേർ വി ഗോയിങ് നെക്സ്റ്റ്? ഓവർ. Next here is the finish. We are going to the entrance where we meet it. Okay. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, can you show me this map? ഇതാണ് ശരിക്കും ഈ കപ്പഡോക്കിയയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഈ കാണുന്ന മുഴുവനും നമുക്ക് കപ്പഡോക്കിയയിൽ കാണാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ട്, ഒരുപാടുണ്ട്. പീജൺ വാലി ഇപ്പോൾ നമ്മൾ കണ്ടു, ഓപ്പൺ എയർ മ്യൂസിയം നമ്മൾ കണ്ടു, കൊറേമയിലാണ് ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഉറുഗുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ചിമ്മിനീസിൻ്റെ ഉള്ളത്. ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നെവ്ഷെയറിലുണ്ട്. നേരത്തെ പറഞ്ഞോ തന്നെ കപ്പഡോക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ചെറിയൊരു ഏരിയ അല്ലട്ടോ, അതൊരു വലിയൊരു സാമ്രാജ്യമാണ്. അതിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ കാഴ്ചകൾ വരുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ എന്തെങ്കിലും സാധിച്ചില്ല എന്ന് തോന്നുന്നു, അതും നിങ്ങൾ പറയുക. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇതുപോലുള്ള സ്ഥലങ്ങൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ ഇങ്ങനെ കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ പൂർവികർ, അത് മതം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ എന്ന രീതിയിൽ നോക്കിയാൽ നമ്മുടെ പൂർവികർ എങ്ങനെയാണോ പണ്ട് കാലത്ത് താമസിച്ചിരുന്നത്, നമ്മൾ ഇന്നത്തെ പോലെ നമുക്ക് വീടുകളോ കാര്യങ്ങളോ കാറോ ഒന്നും ഇല്ലാതെയും അവരൊരു കാലത്ത് സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു എന്നതിന് ഏറ്റവും ഒരു തെളിവാണ് ഇത്. പിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് ഒന്നും കൂടി നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.